ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പനയുണ്ടായി. ഈ കൽപ്പന പ്രകാരം ഓരോരുത്തരും തങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടുവാൻ വേണ്ടി തങ്ങളുടെ ദേശത്തേക്ക് യാത്രയായി. ജോസഫ് ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിലെ ബെത്ലഹേം എന്ന നഗരത്തിലേക്ക് മറിയവുമായി യാത്ര പുറപ്പെട്ടു. ജോസഫ് ബെത്ലഹേമിലേക്ക് പോകുവാനുള്ള കാരണം ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനും വംശക്കാരനുമായിരുന്നതുകൊണ്ട് ദാവീദിൻ്റെ പട്ടണമായ യൂദയായിലെ ബെത്ലഹേമിൽ എത്തണമായിരുന്നു. അതുകൊണ്ടാണ് ഗർഭിണിയായ ഭാര്യയായ മറിയവുമായി ജോസഫ് ബെത്ലഹേമിലേക്ക് യാത്രയായത്. അവർ അവിടെ ആയിരിക്കുമ്പോൾ മറിയത്തിന് പ്രസവ സമയമെടുത്തു. മറിയം തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഈ പേര് എഴുതി ചേർക്കപ്പെടുന്നത് അത് ചരിത്ര പശ്ചാത്തലമാണ്. ആദ്യമായിട്ടാണ് ലോകത്തിൽ എല്ലായിടത്തുമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പനയുണ്ടായത്. ഇത് സിറിയയുടെ ദേശാധിപതിയായ ക്വിറിനോസിൻ്റെ കാലത്താണ് ആദ്യമായി പേര് ചേർക്കപ്പെട്ടത്, അല്ലെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കാരണം ഈശോയുടെ ജനനം ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് എന്ന് തിരിച്ചറിയുക. ഈശോയുടെയും ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും പേരെഴുതി ചേർക്കപ്പെടണമെന്ന് ദൈവ നിശ്ചയമുണ്ടായിരുന്നതുകൊണ്ടാണ് ഇതൊരു ചരിത്ര പശ്ചാത്തലത്തിൽ സംഭവിക്കണമെന്ന് ദൈവഹിതമുള്ളതുകൊണ്ടാണ് അഗസ്റ്റസ് സീസറിലൂടെ ഈ കൽപ്പന ഇങ്ങനെ പുറപ്പെടുവിക്കേണ്ടതായിട്ട് വന്നത്. അവരുടെ പേര് എഴുതപ്പെട്ടു. ഈ ഒരു പുതിയ ചരിത്ര പശ്ചാത്തലത്തിൽ ജനം എല്ലാം വിസ്മയമായിട്ടാണ് കാണുക. കാരണം ഗർഭം ധരിക്കുവാൻ പ്രായം കവിഞ്ഞവളും വന്ധ്യയുമായ എലിസബത്ത് ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിച്ചു. കന്യകയായ മറിയം ഗർഭം ധരിച്ചിരിക്കുന്നു. മൂന്നാമതായി അവർ കാണുന്നത് ദൈവം ശിശുവായി മാറിയിരിക്കുന്നു. ഒന്ന്, എലിസബത്ത് പുത്രനെ പ്രസവിച്ചു. 2, കന്യകയായ മറിയം ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിച്ചു. 3, ദൈവം ശിശുവായി മാറിയിരിക്കുന്നു. ഇത് ജനങ്ങൾക്ക് വളരെ വിസ്മയവും അത്ഭുതാവഹവുമായിരുന്നു. സഭാപണ്ഡിതനും ആദ്യകാല സഭയുടെ ഗ്രന്ഥകാരനുമായ ഒറിജിൻ പറയുന്നത് ഇപ്രകാരമാണ്: ഈശോയുടെയും അവരുടെ മാതാപിതാക്കളുടെയും പേര് എഴുതപ്പെടുക എന്നുള്ളത് ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ സംഭവിക്കുന്നതാണെങ്കിലും ഇതൊരു കൂദാശയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുക. ഈശോയുടെ
ഈ പേരെഴുത്ത് ജീവന്റെ പുസ്തകത്തിലേക്കുള്ള പേരെഴുത്തിൻ്റെ സൂചനയെ കാണുകയാണ്. ഈശോയുടെ കുരിശുമരണവും ഉത്ഥാനവും എല്ലാം എല്ലാവരെയും ജീവന്റെ പുസ്തകത്തിലേക്ക് പേരെഴുതപ്പെടുവാനുള്ള ഒരവസ്ഥയായി മാറ്റുകയാണ്. അഗസ്റ്റസ് സീസറിന്റെ ഈ കൽപ്പന ഈശോയുടെ രക്ഷാകര പ്രവൃത്തി വഴി സകല മനുഷ്യരെയും, ലോകത്തുള്ള സകല മനുഷ്യരെയും ജീവന്റെ പുസ്തകത്തിലേക്ക് പേര് എഴുതുവാനുള്ള ഒരു ആഹ്വാനമായിട്ടാണ് സഭയുടെ ആദ്യകാല ഗ്രന്ഥകാരനും പണ്ഡിതനുമായ ഒറിജിൻ പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഓരോ ക്രിസ്തുമസും നമ്മളെ ക്ഷണിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഹൃദയത്തിൽ ശിശുവായിക്കൊണ്ട് പുതിയ ഒരു ജീവിതം നയിക്കാനുള്ള ക്ഷണമാണ് ഓരോ ക്രിസ്മസും. നമ്മൾക്ക് നമ്മുടെ ഹൃദയങ്ങളെ എളിമപ്പെടുത്തുവാൻ ശിശു സഹജമായ മനോഭാവത്തോടെ സകലതിനെയും നോക്കിക്കാണുവാനും സകലതിനെയും ഉൾക്കൊള്ളുവാനും സകലവരോടും ക്ഷമിക്കുവാനും നമ്മൾക്കൊരു തീരുമാനമെടുക്കാം. ദൈവമേ, നിന്റെ കൃപ ഞങ്ങളിലേക്ക് സമർത്ഥമായി വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേരും ജീവന്റെ പുസ്തകത്തിലേക്ക് എഴുതപ്പെടുവാൻ വേണ്ടിയാണല്ലോ അങ്ങ് ജനിച്ചതും അങ്ങയുടെ പിടാസകനവും ഉത്ഥാനവുമല്ല. ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണം. ഇന്ന് പ്രത്യേകമായി ജോളി എന്ന് പറയുന്ന ഒരു സഹോദരിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ പേഷ്യൻ്റാണ്, വളരെയേറെ അസ്വസ്ഥതയിലാണ്. അവളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയ ഒരു സഹോദരിയാണ് എന്നോട് വിളിച്ചു പറഞ്ഞത്, ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരു നല്ല വാർത്ത കേൾക്കുവാൻ ഇടയാക്കണമെന്ന്. സ്നേഹമുള്ളവരെ, ശിശുസഹജമായ ഹൃദയത്തോടു കൂടി നമ്മുടെ ഹൃദയത്തിലേക്കും ആ ക്യാൻസർ രോഗിയായ സഹോദരി ഒന്ന് ചേർത്ത് പിടിക്കുക. ഇതുപോലെ ധാരാളം രോഗികളുണ്ട്. നമ്മുടെ മനസ്സിൽ നമ്മൾക്കറിയാവുന്നവരും അറിയാത്തവരുമായ ധാരാളം പേരുണ്ട്. എല്ലാ ക്യാൻസർ രോഗികളെയും നമുക്ക് ഈശോയുടെ പക്കലേക്കൊന്ന് ഉയർത്താം. അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ലല്ലോ. മറിയത്തിനോട് ദൂതൻ പറഞ്ഞത് അങ്ങനെയല്ലേ? ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈശോയെ, ആ രോഗിയെ നീ സുഖപ്പെടുത്തണമേ. എല്ലാ ക്യാൻസർ രോഗികളെയും നീ സുഖപ്പെടുത്തണമേ. നിന്റെ തിരുരക്തം അവരിലേക്ക് ഒഴുകി അവരെ വിശദീകരിച്ച് അവരെ രോഗാണുക്കളെ നിർവീര്യമാക്കി പൂർണ്ണ സൗഖ്യത്തോടെ ജീവിക്കാൻ തക്കവിധം ഇടവരുത്തണമേ. ഉണ്ണീശോയുടെ പക്കലേക്ക് ഞങ്ങൾ ഈ സഹോദരിയെ ചേർത്ത് വെക്കുന്നു. ഉണ്ണീശോയിൽ നിന്ന് ഉണ്ടാകുന്ന ശക്തി, പുറപ്പെടുന്ന ശക്തി നമ്മളിലേക്കും പുറപ്പെട്ട് നമ്മൾ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.